വെൽക്കം ടു അവർ പാഷൻ ഫ്രൂട്ട് ഹാർവെസ്റ്റ്. കണ്ടോ എവിടെയാന്ന്? ഈ കളർ ഷർട്ട് ഇഷ്ടമുള്ളവർ ലൈക്ക് അടിക്കട്ടോ. നിങ്ങളുടെ മുമ്പിൽ മറയുടെ ആവശ്യമില്ലല്ലോ. അതെ, നിങ്ങളിപ്പോ അവിടെ ഇരിക്കണ്ടെന്നായിരിക്കും അവര് വിചാരിച്ചു. കണ്ടോ എവിടെയാന്ന്? അത് വന്നില്ലേ? അവിടെ തന്നെ 2 കിടപ്പുണ്ട്. അവിടെ ഉണ്ട്. അത് താഴെ വീണു. നീ ഇതേ ഇവിടെ ഉണ്ടായിരുന്നു. ഇതേ മോളില് അങ്ങ് ദൂരെ ഇവിടെ. തോട്ടി ഒന്ന് പൊക്കിക്കുക. അതേ ലെവലിൽ തന്നെ പൊക്കിയാ കാണാം. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അത് തന്നെ. കണ്ടോ? അതധികം കേടുപറ്റാതെ വീണ്. കാണിച്ചു തരാം. ഇത് നല്ല ബിഗ് ആണല്ലോ. നല്ല ബിഗ് ആട്ടോ. എന്താ ഹ്യൂജ്. അവിടെ ഉണ്ടല്ലോ. അവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. വയലറ്റ് കിട്ടിയില്ലേ? ഇതോ? ഇതാ എവിടെയാണ്? ഇത് ഇച്ചിരി പൊട്ടിപ്പോയിട്ടോ. എവിടെയാ? നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഹാർവെസ്റ്റ്. വെൽക്കം ടു അവർ പാഷൻ ഫ്രൂട്ട് ഹാർവെസ്റ്റ്. 3 കൂടെ കയ്യിൽ ഒതുങ്ങില്ലല്ലോ. കിട്ടിപ്പോയി. മൂപ്പെത്തിയതാണോ? പാഷൻ ഫ്രൂട്ട് ഹാർവെസ്റ്റ് ഒരു കൊട്ടയിൽ. അയ്യോ, ആ പൂവ് കളയല്ലേ. പൂവ് പോവല്ലേ കേട്ടോ. കിട്ടി മോനെ, കിട്ടി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പാഷൻ ഫ്രൂട്ട് ഹാർവെസ്റ്റുമായി അമ്മ എത്തിയിരിക്കുകയാണ്. ഇത് ആരെയും കൊടുക്കാനോ കാണിക്കാനോ കൊള്ളൂല, ശരിക്കും മൂത്തട്ടില്ല. പക്ഷെ നിങ്ങൾ രാവിലെ ഈ വീഡിയോ ആദ്യം ഏതാ വന്നേന്നറിയില്ല, ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അണ്ണാൻ തൂക്കിയിട്ട് അതിൽ കഴിച്ചതും 2 തിന്ന് തൊണ്ടിവിടെ ഇട്ടേക്കണം. അപ്പൊ അത് കാരണം അപ്പയോട് ഞാൻ പറഞ്ഞ എല്ലാം ഇങ്ങനെ പറിച്ചോളാം. പിരിപിരിവെന്നുള്ളത് കിടക്കണം മാത്രം. ഇത് കേടാന്ന് തോന്നുന്നു. പിരിപിരിവെന്നുള്ളത് കിടക്കണം മാത്രം അവിടെ കിടക്കട്ടെ. ഒന്നും കളർ മാറിയിട്ടില്ല കേട്ടോ. ഈ തൊണ്ടിന് കളർ മാറി കഴിയുമ്പോഴാണ് അത് മൂത്തതായിട്ട് വന്നത്. അത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ പാഷൻ ഫ്രൂട്ട്. പക്ഷെ ഇത് ഒരെണ്ണം കട്ട് ചെയ്യുമ്പോൾ അകം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഏതായാലും കാമ്പ് ഏതായാലും പറിച്ചെടുത്തോ. നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഓർത്ത് കൊണ്ടുവന്നതാ കേട്ടോ. ഇത് പിടിച്ചേക്കണ ഫോട്ടോ ആണ് കേട്ടോ നിങ്ങൾ കുറച്ചു ദിവസം മുമ്പ് കണ്ടത്. അന്നേരം നിങ്ങൾ പറഞ്ഞില്ലേ ഇത് മുറിക്കുമ്പോൾ കാണിക്കണമെന്ന്, അതും കാണിക്കാം കേട്ടോ. ഇത് നമ്മുടെ ആണല്ലോ. 1 പൗണ്ട് പേരക്കയാണ്. പക്ഷേ ഈ പ്രാവശ്യം മുഴുപ്പ് കുറവാ. ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അല്ലേ? കൊള്ളാം. ഇപ്പോ എല്ലാം വിഷരഹിത ഫ്രൂട്ട്സ്. ഇതിനൊരു കവർ ഇടണം സപ്പോർട്ടേക്ക്. ഇച്ചിരി കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ അത് വെളിച്ചം കയറില്ല. അങ്ങനെ ഞാൻ ഈ ഹാർവെസ്റ്റുമായി പോവാണ്. അമ്മ പാഷൻ ഫ്രൂട്ട് ഹാർവെസ്റ്റുമായി പോയി. നമ്മുടെ ഇലഞ്ഞി വളരെ നൊസ്റ്റാൾജിയ ഉള്ളൊരു മരം. ഇലഞ്ഞി മരം കണ്ടോ? ഇതിൻ്റെ പൂവിന് എന്തൊരു സുഗന്ധാന്നറിയോ? ഇതിന് മാത്രം തൈ ഉണ്ടാവണില്ല, എന്താണെന്നറിയില്ല.
അപ്പ വീണ്ടും പെയിൽ കളറിലുള്ള ഷർട്ട് എടുത്തിട്ടു. അപ്പയുടെ ഈ ഷർട്ട് പലർക്കും ഇഷ്ടായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന്. പക്ഷെ പലർക്കും ഈ കളർ ഇഷ്ടായി, നല്ല കളറാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കളർ ഷർട്ട് ഇഷ്ടമുള്ളവർ ലൈക്ക് അടിക്കും കേട്ടോ. ലൈക്കല്ല, കമന്റ് ചെയ്യൂട്ടോ. ലൈക്ക് അടിച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല. കമന്റ് ചെയ്യണേ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട കളറല്ല ഇത്. ഓൾറെഡി ഒരു ഡൾ ലുക്കുള്ള കളറാണത്. അപ്പൊ പോവാ. താക്കോലെടുത്തോ? അമ്മ ഇല വെട്ടാൻ പോയേക്കണുണ്ടോ? ചോറുണ്ടാനല്ല കേട്ടോ. എന്തിനാന്ന് ഇപ്പൊ കാണിച്ചു തരാവേ. മഴയത്താ നടക്കണത്. വേഗം പോരെ, മഴ കൂടുന്നുണ്ട്. അന്ന് പാഷൻ ഫ്രൂട്ട് പറിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞില്ലേ പാഷൻ ഫ്രൂട്ട് മൂത്തിട്ടില്ല, പിഞ്ചാണ്, ഒന്നുമില്ല, ഇതൊന്ന് നഷ്ടപ്പെടുത്തി എന്നൊക്കെ. ഞങ്ങൾ നഷ്ടപ്പെടുത്താനുള്ള കാരണം ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഫുൾ വീഡിയോ കാണാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ പറഞ്ഞത്. കാരണം ഇപ്പോഴും അതിൽ തൂങ്ങിക്കിടപ്പുണ്ട്, ഉണങ്ങി. അണ്ണാൻ ഒരൊറ്റ എണ്ണം മൂപ്പാവുന്നതിന് മുമ്പ് തന്നെ അണ്ണാൻ അടർത്തി ഇങ്ങനെ മാറ്റും. അപ്പം നട്ടിട്ട് കുറച്ച് ഫലമെങ്കിലും നമുക്കും കിട്ടണ്ടേ എന്നോർത്ത് മൂക്കാത്തതും മൂത്തതും എല്ലാം ഒറ്റയടിക്ക് മൊത്തം പറിച്ചെടുത്തതാട്ടോ. അതേ അത് പറിച്ചെടുത്ത ലാവൻഡർ ചിലതൊക്കെ മൂത്തതായിരുന്നു. ഇതേ അതൊക്കെ ഇരുന്നിരുന്നിരുന്ന് പഴുത്തിട്ടുണ്ട്. അകത്ത് ഏത് പരുവാന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ചിലതൊക്കെ മോശമായിട്ടുമുണ്ട്. ദേ മോശമായി ഇതെല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട്. അതൊന്നും മറച്ചിട്ടില്ല. നിങ്ങളുടെ മുമ്പിൽ മറയുടെ ആവശ്യമില്ലല്ലോ. അതെ ഇത് വീണ് കിട്ടിയതാ. പിന്നെ ഞാൻ കണ്ടപ്പം നടന്നേച്ചു വന്നപ്പോൾ അവിടെ വീണ് കിടക്കണുണ്ട്. എൻ്റെ ചോട്ടിൽ നിന്ന് അതെ ചിലതൊക്കെ ചുങ്ങിപ്പോയിട്ടുണ്ട്. അതും കാണിക്കാം. ദേ കാണിക്കാം. ഒരെണ്ണം ഇച്ചിരി ഡാമേജ് പോലെയുണ്ട്. അതൊന്നും കാണിക്കുന്നതിന് മടി വിചാരിക്കേണ്ട കാര്യമില്ല. അതെ പറിച്ചത് നമ്മൾ ആ രീതിയിൽ വെച്ചിരുന്നത് ഒരാഴ്ച കൊണ്ട് 1 വീക്ക് കഴിഞ്ഞ ശനിയും കണ്ട പറിച്ച. ശനിയോ ഞായറേതാണ്ട് 1 വീക്ക് കൊണ്ട് ഈ പരിവായി. ഇത് ചിലതൊക്കെ ചുങ്ങിതേ ഉണ്ടോ. ഞാനത് കാണിച്ചു തരാം കൃത്യമായിട്ട്. അത് കട്ട് ചെയ്ത് ഓരോന്നിന്റെ അവസ്ഥയും കാണിക്കാം. മോശമായിട്ടുള്ളത് നമുക്ക് കളയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി കാമ്പെങ്കിലും നമുക്കും എടുക്കണ്ടേ. അതുകൊണ്ട് പറിച്ചപ്പോൾ മൊത്തം പറിച്ച. ഇനി കുരു എന്നുള്ളത് അതിൽ കിടപ്പുണ്ട്. അതുമൊക്കെ ഇങ്ങനെ കത്തി കീറി അവർ കഴിക്കണുണ്ടെന്നേ. അപ്പം നമുക്ക് പോട്ടെ, അത് നമുക്ക് ഓരോന്നോരോന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മഴ പെയ്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി ഇരുന്നതാണ്. ആ തിട്ടയിലിരുന്ന് ചെയ്യാനാണ് ഇരുന്നത്. അവിടെ ആകുമ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ച കാര്യം കാടും എന്നാ സൗന്ദര്യം പുല്ലും ഒക്കെ ആണെങ്കിലും അതൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് കട്ട് ചെയ്യാൻ ഓർത്ത്. പക്ഷേ പ്രകൃതി നമ്മളെ കനിങ്ങില്ല. നിങ്ങളിപ്പോൾ അവിടെ ഇരിക്കണ്ടെന്നായിരിക്കും അവർ വിചാരിച്ച. മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോന്നോരോന്ന് എടുത്ത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് പകർത്താനുള്ള കുപ്പിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് പകർത്താൻ നോർത്താം. എടുക്കട്ടെ. കട്ട് ചെയ്തോ. ഇത് കുഴപ്പമില്ല. അതെ കാമ്പ് എല്ലാത്തിനും എടുത്ത് കുപ്പിയിൽ പകർത്തി വെക്കാം. അപ്പൊ നമുക്ക് ആവശ്യാനുസരണം എടുത്താൽ മതി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, മധുരം എങ്ങനെയുണ്ടെന്ന് അറിയാനാ. ടേസ്റ്റ് ചെയ്യാം. പുളിയുണ്ട്. മൂപ്പ് കുറവായതുകൊണ്ട് പഴുത്തിട്ടായിരിക്കും. പുളിയുണ്ട്. പക്ഷെ സ്വല്പം ഷുഗറൊക്കെ ആഡ് ചെയ്ത് ചേർത്താൽ മതി. തേൻ ഒഴിക്കാം. എനിക്ക് പുളി ഇഷ്ടമാണ്. അപ്പയ്ക്ക് പുളി അത്ര ഇഷ്ടമൊന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കിടന്നാൽ പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പരുവത്തിന് കട്ട് ചെയ്തെടുത്തത്. ചിലതിന് ചിലപ്പോൾ മധുരം ഉണ്ടാവുമായിരിക്കും. ഇതിന് പുളിയുണ്ട്. ഈ പരുവത്തിലായല്ലോ ഏതായാലും അല്ലേ. ഇപ്പൊ ഫ്രൂട്ട്സ് ഒന്നും നമുക്ക് പറമ്പിലില്ലല്ലോ. അതാണ്. വാഴപ്പഴം മാത്രമേ ഉള്ളൂ. ഇത് കാണുമ്പോ കൊതി വരും. നല്ല മണം തന്നെ ഉണ്ട്. ഇതുകൊണ്ട് ഇപ്പൊ ഒരുപാട് റെസിപ്പികൾ ആൾക്കാരുണ്ടാക്കും. പണ്ട് നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി ഓർക്കുന്നുണ്ട്. അത് ഈ മുൻവശം നിൽക്കണില്ല. ഇവിടെ കയറിയിരുന്നു.
എടുത്തു പിടിച്ചോ. ആ അങ്ങനെ ഇച്ചിരി ഇതുണ്ട്, അത് മാറ്റിട്ട് കേട്ടോ. പച്ചയായിട്ട് തന്നെ ഇരിക്കുന്ന ഒരെണ്ണം പൊട്ടിക്കുക എങ്ങനെയാന്ന്. നല്ലതാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ അണ്ണാൻ. അതെ, അണ്ണാനും പിന്നെ കോളല്ലേ ഇവിടെ. കോളല്ലേ, ഭയങ്കര കടുപ്പ വെച്ചേ. ആ പാഷൻ ഫ്രൂട്ടിന്റെ തോടിന് ഭയങ്കര കടുപ്പാ, പക്ഷെ അണ്ണാനും ഇതൊക്കെ കാർന്ന് കഴിക്കും. ആ നന്നായിട്ട് ഇരിപ്പുണ്ടല്ലോ അത്. ആ പുളി ഉണ്ടാവും കേട്ടോ ചിലപ്പോ, നോക്കട്ടെ. പിന്നെ പാഷൻ ഫ്രൂട്ടിന് ഇത്തിരി പുളി ഉണ്ടാന്നുള്ളത് അതിന്റെ പ്രോപ്പർട്ടി ആണ്. അത് നമുക്ക് അതനുസരിച്ച് ഷുഗറോ തേനോ എന്നാന്ന് വെച്ചാൽ ആഡ് ചെയ്ത് അതിലേക്ക് ജ്യൂസൊക്കെ ആക്കി എടുക്കേണ്ടവർക്ക് എടുക്കാം. ഞങ്ങൾ അങ്ങനെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതെ, അപ്പം അതുകൊണ്ടാണ് അതിങ്ങനെ. ദേ എടുക്കട്ടെ, ദേ ഫോക്കസ് കിട്ടിയില്ല. എന്നാൽ ഞാൻ കോരി എടുക്കാം. ആ ഇതിങ്ങനെ കുപ്പിയിലേക്ക് ഇട്ട് കഴിഞ്ഞാലേ ആവശ്യത്തിന് അങ്ങനെ എടുത്ത് സൗകര്യ. ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. കൊറേ ദിവസം ഇരിക്കുവോ? ഇരിക്കും. ഫ്രീസറിൽ വെക്കണ്ട അല്ലേ? ഫ്രീസർ ബിനിയോടൊന്ന് ചോദിക്കണം വീട്ടിൽ. ബിനി ഫ്രീസറിലാണ് ഇങ്ങനെ വെക്കണം. ഞാൻ ഏതായാലും ഫ്രിഡ്ജിൽ വെച്ച് വൈകുന്നേരം ഒന്ന് ചോദിക്കാം എങ്ങനെയാണ് വേണ്ടതെന്ന്. ഫ്രീസറിൽ വെക്കണമെങ്കിൽ അതിലേക്ക് വെക്കാം. പച്ചയായിട്ടിരിക്കണം. അതെ പുളി ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് ഒന്നെങ്കിൽ ആ പുളി ആസ്വദിച്ച് കഴിക്കാം, അല്ലെങ്കിൽ തേനൊക്കെ ആഡ് ചെയ്ത് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും എങ്ങനെ വേണേലും കഴിക്കാം. ഇത് കട്ട് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കാണിക്കുന്നതാണ്. എടുക്കാം. ഈ കിട്ടാതിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഭയങ്കര പ്രതീക്ഷ. അതെല്ലാ സാധനം അങ്ങനെയാണല്ലോ. മാങ്ങാ സീസണൊക്കെ തുടങ്ങുമ്പോ തന്നെ നമുക്ക് കൊതിയാവും മാങ്ങ കാണുമ്പോ. അതിലും കൊതിയാവണം ചക്ക സീസണില്. ചക്ക പിന്നെ എല്ലാവരുടെ ഒരു വികാരാണ്. ഒരു മുക്കാ കുപ്പി കിട്ടിയില്ലേ? അരയില് മിനിസുണ്ടല്ലേ, മുക്കാലിനോടടുത്ത് അത്രയുണ്ട്. ആ ഇത്രയും കിട്ടി ധാരാളം. അതെ 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 അതെ. തേനൊഴിക്കണില്ലേ? ഇനി നന്നായിട്ട് അങ്ങ് ഇളക്കും. അമ്മയ്ക്ക് ഇച്ചിരി വേണോ? ആ പുളിയുള്ളതുണ്ടല്ലേ, സിട്രസ് ഫ്രൂട്ട്സ്. ആ ഫ്രിഡ്ജിലും കൂടെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എങ്ങനെയുണ്ട്? ഇപ്പൊ കുറച്ചു നേരം മുമ്പ് അപ്പ കഴിക്കണ കണ്ടല്ലോ, ഇനി ഞാൻ കഴിക്കണ കാണിച്ചു തരാം കേട്ടോ. ദേ വെരി യമ്മി. ആ ഉപ്പിട്ട് കഴിഞ്ഞാൽ പുളിയൊക്കെ ന്യൂട്രലൈസ് ആവും കേട്ടോ. മധുരം ഞാൻ അധികം ചേർത്തില്ല, ഉപ്പിട്ടാണ് ഞാനത് ന്യൂട്രലൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്.